സ്റ്റെഫിനെ, ഈ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡ് നിർമ്മാണം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ഇത് വേഗത്തിൽ പൂർത്തീകരിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല. നാട്ടുകാർ ഭയങ്കര കഷ്ടപ്പാടിലാണ്. അപ്പോൾ നമ്മുടെ ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിയായി ചാർജ് എടുത്ത ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്ന് പറയുന്നത് വകുപ്പിൽ പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ ഒരു മിന്നൽ സന്ദർശനം നടത്തുക, അവിടെ വന്ന് അവിടുത്തെ കാര്യങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ കണ്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മിന്നൽ സന്ദർശനം നമ്മൾ ഈ നിൽക്കുന്ന ജനറൽ ആശുപത്രിയിൽ നിന്നും വഞ്ചൂരിലേക്ക് പോകുന്ന റോഡ് വഴിയും ഒരു ദിവസം നടത്തിയിരുന്നു. അത് പൊങ്കാലയുടെ തൊട്ട് മുൻപുള്ള സമയത്താണ്. അന്ന് മന്ത്രി നടത്തിയ ഒരു പ്രതികരണമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. എത്രയും വേഗത്തിൽ ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ ആദ്യം തന്നെ ഇത് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. സ്റ്റെഫിനെ, മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. അത് ഫെബ്രുവരി 12-ാം തീയതി നടത്തിയതാണ് ആ പ്രതികരണം. ആ സമയത്തിനുള്ളിൽ മന്ത്രി പറഞ്ഞതുപോലെ പണി തീരാൻ വല്ല സാധ്യതയുണ്ട്? എന്തായാലും ഈ വേഗതയിൽ പോയി കഴിഞ്ഞാൽ നവീകരണം ആ സമയത്തൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ വരെ ഈ കാണുന്ന സ്ഥലത്തെല്ലാം പൊടിയായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് തൊട്ട് അങ്ങനെയല്ല, മഴയാണ് പ്രശ്നം. വേനൽ മഴ എത്തിയതോടുകൂടി തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ചെളിയൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ചെളിയൊക്കെ വാരി കളഞ്ഞാൽ മാത്രമേ ഇനി യഥാർത്ഥത്തിൽ ഇവിടെ ഈ പണികൾ തുടരാൻ പറ്റുള്ളൂ. മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ചാണ് എങ്കിൽ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഈ പറയുന്ന ഏപ്രിൽ ആദ്യ വാരത്തിനായുള്ളത്. ഒരാഴ്ച ഇല്ല. അതിനുള്ളിൽ ഈ പണി പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് ചെയ്താലും ഇതിൻ്റെ വേഗത കൂടും എന്നുള്ളതാണ്. നമ്മൾ വേഗത കുറയുന്നു എന്ന് എപ്പോഴും പറയുന്നതിനപ്പുറത്ത് ഇത് വേഗത്തിൽ തീരാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒറ്റ വാക്കേ ഉള്ളൂ, യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ കൂടുതൽ ജോലിക്കാരെ ഇങ്ങോട്ടേക്ക് ഓരോ സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു ഇടപെടൽ മന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ, പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. എത്രയധികം റോഡുകളാണ് നഗരത്തിൽ ഇതുപോലെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. അതൊക്കെ നന്നാക്കുന്നതും മാത്രമല്ല മഴയും പ്രശ്നമാണെന്ന് തോന്നുന്നു. മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പണി ഇത്രയും ദിവസം നടന്ന വേഗതയിൽ നടക്കില്ല. അതായത് കാലാവസ്ഥ അനുകൂലമായിരുന്ന സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിനാൽ തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ചുകൂടിയൊക്കെ നീണ്ടു പോയാലും കുഴപ്പമില്ല. കാരണം ഇത്രയും നമ്മൾ സഹിച്ചതാണ്. ഇനി കുറച്ച് ദിവസം കൂടി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അതിനാൽ തന്നെ അതുകൂടി സഹിക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാണ്. പക്ഷേ ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ ഇപ്പോഴും നമുക്ക് വകയുള്ളൂ.